ബിഗ് ബോസ് ഹൗസിൽ വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു വിവരമാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള വിവരം തന്നെയാണ്. അതായത് നമ്മുടെ പൂജ ചേച്ചിയും സിബിൻ ചേട്ടനും എവിക്റ്റ് ആയിരിക്കുകയാണ്. അതായത് എവിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ വിധി പ്രകാരമല്ല അവർ പുറത്തേക്ക് പോയിരിക്കുന്നത്. പകരം പൂജ ചേച്ചി ആരോഗ്യ കാരണങ്ങളാലും സിബിൻ ചേട്ടന് അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ നമുക്കറിയാം. ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവർ രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ സിബിൻ ചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ വന്നിട്ട് വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് ആ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനെക്കാളിലും പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അദ്ദേഹത്തിൻ്റെ ഗെയിമിനെ പറ്റിയിട്ടും അദ്ദേഹം ഉണ്ടാക്കിയ ആ ഒരു എൻ്റർടൈൻമെൻറ്റും അതൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അപ്പം ഇനി ആ ഒരു സ്ഥാനത്തേക്ക് ആരായിരിക്കും വരിക? നമ്മുടെ പൂജ ചേച്ചിയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു. നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ചേച്ചിയാണെങ്കിൽ എന്നും ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ് നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നല്ല ഭാഷയിൽ സംസാരിച്ചുകൊണ്ടുണ്ടായിട്ടുണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നമ്മുടെ പൂജ ചേച്ചി. അപ്പോൾ ഇവർ രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോകുമ്പോൾ അവിടെ സേഫ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും ഒരുപാട് പേരുണ്ട്. അപ്പം അവരൊക്കെ ഇപ്പോഴും വീട്ടിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ, നമ്മുടെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഇങ്ങനെയുള്ള സേഫ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സ് നിലനിൽക്കുകയും സ്ട്രോങ് പ്ലെയേഴ്സ് വീട്ടിൽ നിന്നും പുറത്താവുകയുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പം നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിജോ ചേട്ടൻ ഇപ്പോൾ പുതിയതായിട്ട് റീ എൻട്രി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനാണ് മറ്റ് കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ച് അല്പം കൂടി വോട്ട് കൂടുതലായിട്ട് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇനിയിപ്പം സിബിൻ ചേട്ടൻ്റെ ഒരു ഒഴിവ് നമ്മുടെ സിജോ ചേട്ടനെ നിലനിർത്താൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ നികത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. പൂജ ചേച്ചിയെ പൂജ ചേച്ചി ആരോഗ്യ കാരണങ്ങളാലാണ് പുറത്തു പോയിരിക്കുന്നത്. അപ്പം നമുക്ക് കണ്ടു തന്നെ അറിയണം ഇനി എങ്ങനെയായിരിക്കും ഗെയിം മാറിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, അല്ലേ? നമ്മൾ ഇന്ന് കാണുന്ന പല കണ്ടസ്റ്റൻസും വീട്ടിന് പുറത്തേക്ക് പോകുന്നു. പുതിയ കണ്ടസ്റ്റൻസ് വരുന്നുമില്ല, അല്ലേ? ഇനി പുതിയ കണ്ടസ്റ്റൻസ് ഒന്നും വരാനില്ല. വൈൽഡ് കാർഡൊക്കെ വന്നു കഴിഞ്ഞു. അപ്പം നമുക്കിനി കണ്ടു തന്നെ അറിയാം. വേഗം സേഫ് ഗെയിം കളിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ എവിക്റ്റായി പോട്ടെ. നല്ല ഗെയിം കളിക്കുന്നവരൊക്കെ മുന്നോട്ട് പോട്ടെ. അല്ലെങ്കിൽ സേഫ് ഗെയിം കളിക്കുന്നവരുടെ ഗെയിമൊക്കെ മികച്ചതാകട്ടെ എന്നൊക്കെ നമുക്ക് ആശ്വസിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനിയിപ്പം നല്ല നല്ല പ്ലെയേഴ്സ് പോയാൽ ഇനിയിപ്പം ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. മറ്റ് പ്ലെയേഴ്സ് കൂടി അവരുടെ ഗെയിം ഇമ്പ്രൂവ് ചെയ്താൽ മതിയായിരുന്നു.